പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തില് സ്മിർന സഭയോട് ദൂതൻ പറഞ്ഞ ഒരു വചനം ഇങ്ങനെയാണ്: മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്ക, എന്നാൽ നീ ജീവന്റെ കിരീടം പ്രാപിക്കും. സ്തോത്രം. വിശ്വസ്തനായ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം നമ്മുടെ വിശ്വസ്തതയാണ്. വചനത്തിൽ ഇങ്ങനെ ഒരു ഭാഗം പറയുന്നുണ്ട്: ഭൂമിയിൽ വിശ്വസ്തന്മാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അത് ശരി തന്നെയാണ്. ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നവരിൽ എത്ര പേര് വിശ്വസ്തയോടാണ് ദൈവത്തെ ആരാധിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടാത്തതിന്റെ കാരണം എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിലും നമ്മളിൽ ഒരു അവിശ്വസ്തത നിലനിൽക്കുകയാണ്. സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്: നിങ്ങൾക്കായി ദൈവം ചില കിരീടങ്ങളെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കായി ചില അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രാപിക്കണമെങ്കിൽ നിങ്ങളിൽ വിശ്വസ്തതയുണ്ടാകണം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ യേശുക്രിസ്തുവാകുന്ന അനുഗ്രഹം നമ്മളിലേക്ക് വരണമെങ്കിൽ ആ യേശുക്രിസ്തുവിനെ വിശ്വസ്തയോടെ നമ്മൾ അംഗീകരിക്കണം ഹൃദയത്തിൽ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് യേശുവിനെ അറിയുന്നൊരു പ്രവണതയല്ല. പിന്നെയോ യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. യേശു ആരാണ് എന്ന് രുചിച്ചറിഞ്ഞ് ആ വിശ്വസ്തനായ ദൈവത്തിന്റെ മുൻപിൽ മുട്ടുമടക്കുവാൻ, അർത്ഥാൽ ആ ദൈവകരങ്ങളിൽ സമർപ്പിക്കാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാകണം. അപ്പോൾ വിശ്വസ്തന്മാരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന വിശ്വസ്തയോടുകൂടിയാണെങ്കിൽ, നമ്മുടെ ആരാധന വിശ്വസ്തയോടുകൂടിയാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന നന്മയുടെ പ്രവൃത്തികളൊക്കെ വിശ്വസ്തയോടുകൂടിയാണെങ്കിൽ ദൈവം പ്രസാദിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ളവർക്കായിട്ട് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതാണ് കിരീടങ്ങൾ. മരണപര്യന്തം ആ വിശ്വസ്തരായിരിക്കേണ്ടത്, ഒരു താൽക്കാലിക സമയത്തേക്കല്ല. ചിലരെന്ത് ചെയ്യുന്നു? ദൈവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ഭയങ്കര വിശ്വസ്തതയാണ്. പക്ഷെ ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഉള്ള വിശ്വസ്തത അങ്ങ് പോവുകയാണ്. അവിടെ സംശയം ഉള്ളിൽ വരികയാണ്. അത് പാടില്ല. വിശ്വസ്തത അവസാനത്തോളം, മരണപര്യന്തം നമ്മൾ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് വിശ്വസ്തത വേണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് വിശ്വസ്തത വേണം. നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് വിശ്വസ്തത വേണം. നമ്മുടെ ജോലി കാര്യങ്ങളിൽ നമുക്ക് വിശ്വസ്തത വേണം. നമ്മുടെ സകലവിധ ഇടപാടുകളിലും വിശ്വസ്തത വേണം. ആ വിശ്വസ്തത പാലിക്കുന്നവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ആകയാൽ ഈ പകൽക്കാലം വിശ്വസ്തനായ ദൈവം, കർത്താവായ യേശുക്രിസ്തു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു പ്രധാന വിഷയം, നമ്മൾ വിശ്വസ്തരായി കർത്താവിന്റെ കൂടെ നിൽക്കുക, കർത്താവിനോട് ചേർന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥന വിശ്വസ്തയോടുകൂടിയ പ്രാർത്ഥനയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾ സകല ആവശ്യങ്ങളിൽ മേലും ദൈവം പ്രസാദിക്കും. വിശ്വസ്തനായ യേശുക്രിസ്തുവിനെ ആ ഹൃദയങ്ങളിൽ അംഗീകരിച്ച് ദൈവത്തോട് വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി നൽകുമാകിയാൽ, അതേ ഇവിടെ സ്മിർന സഭയോട് പറഞ്ഞതുപോലെ മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. ഇന്ന് പകൽക്കാലം അവിശ്വസ്തമായ അതേ തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള പല പ്രേരണകളും നമുക്ക് വരാം. പക്ഷെ ആ പ്രേരണകളെ അതിജീവിച്ച് വിശ്വസ്തനായ ദൈവത്തിന്റെ സനയിൽ കൊടുത്ത ഉടമ്പടി പാലിച്ച് വിശ്വസ്തയോടെ ഇന്ന് പകൽ വേളയിൽ നിങ്ങൾ ജീവിതം മുൻപോട്ട് കഴിക്കുന്നെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിന്മേലും വിശ്വസ്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അതിനായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക: ദൈവമേ, ഈ പകൽക്കാലം എന്റെ ജീവിതം വിശ്വസ്തയോടെ അങ്ങയുടെ സനിൽ കഴിപ്പാൻ എന്നെ സഹായിക്കണമേ.
നീ അല്പത്തിൽ വിശ്വസ്തനായാൽ അധികത്തിൽ എൻ്റെ ദൈവം വിചാരകനാക്കും. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത് എന്താണോ അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്താൽ അധികമായി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ആകയാൽ കിരീടങ്ങളെ പ്രാപിച്ച്, നന്മകളെ പ്രാപിച്ച്, സന്തോഷം പ്രാപിച്ച്, സമാധാനത്തോടെ ദൈവത്തിന്റെ ഒരു മകനായി ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം വിശ്വസ്തനാ. നിങ്ങളുടെ സകല വിഷയത്തിന്മേലും ദൈവം പ്രവർത്തിക്കാൻ പോകുക. നിങ്ങൾ വിശ്വസീര്. അവിശ്വാസം മനസ്സിൽ നിന്ന് മാറിപ്പോട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതെ, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോട്ട്, നിങ്ങളുടെ വേദനകൾ മാറിപ്പോട്ട്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. നിങ്ങൾ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ച് ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.